12ാമത് ഓണപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് കബറങ്കിലേക്കുള്ള പദയാത്ര ഈ വാഹനത്തിന് പിന്നാലെ മുന്നോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹത്തിന്റെ അപ്പോസ്തലനും സാമൂഹ്യനീതിയുടെ പ്രവാചകനും അഗ്നികളുടെ പിതാവും 3.5 പതിറ്റാണ്ട് നിർണ ഭദ്രാസനത്തെ അതിശ്രേഷ്ഠമായി നയിച്ച ഭദ്രാസന മെത്രാപ്പോലീത്തായും മലങ്കര സഭാ മിഷൻ ബോർഡിന്റെ സ്ഥാപക പ്രസിഡന്റും സർവോപരി നമ്മുടെ എല്ലാം വാത്സല്യ പിതാവുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സഭാരത്നം അഭിമന്യ ഡോക്ടർമാർ ഗീവരീസ് ഒസ്താദ്യോസ് മെത്രാപ്പോലീത്തായുടെ 12ാമത് ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് നടക്കുന്ന പദയാത്രയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നീ നിരക്ഷരന്റെ മുന്നിൽ അക്ഷരമായും നിരാശ്രയന്റെ മുന്നിൽ ആശ്രയമായും രോഗിയുടെ മുന്നിൽ ഔഷധമായും വിശക്കുന്നവന് മുമ്പിൽ അപ്പമായും എന്ന് നിലകൊള്ളുന്നു. അന്ന് മാത്രമേ നിന്നെ ഒരു മനുഷ്യനായി കരുതുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരുന്നു അദ്ദേഹം. സാമൂഹ്യനീതിയുടെ പ്രവാചകനായിരുന്നു, അഗതികളുടെ പിതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പാവങ്ങളെ സഹായിക്കാത്തവൻ മനുഷ്യനല്ല എന്ന് ഉറക്കെ പ്രസ്താവിച്ച അഗ്നികളുടെ പിതാവായിരുന്നു അഭിമന്യ ഡോക്ടർ ഗീവരീസ് മാർ ഒസ്താദ്യോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട്. പരിശുദ്ധ പിതാവിന്റെ 12ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പദയാത്രയാണ് മുന്നോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ അപ്പോസ്തലനും സാമൂഹ്യനീതിയുടെ പ്രവാചകനും അഗതികളുടെ പിതാവും 3.5 പതിറ്റാണ്ട് നിർണ ഭദ്രാസനത്തെ ശ്രേഷ്ഠമായി നയിച്ച ഭദ്രാസന മെത്രാപ്പോലീത്തായും മലങ്കര സഭാ മിഷൻ ബോർഡിന്റെ സ്ഥാപക പ്രസിഡന്റും സർവോപരി നമ്മുടെ എല്ലാം വാത്സല്യ പിതാവുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സഭാരത്നം അഭിമന്യ ഡോക്ടർ ഗീവരീസ് മാർ ഒസ്താദ്യോസ് മെത്രാപ്പോലീത്തായുടെ 12ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പദയാത്രയാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നീ നിരക്ഷരന്റെ മുന്നിൽ അക്ഷരമായും നിരാശ്രയന്റെ മുന്നിൽ ആശ്രയമായും രോഗിയുടെ മുന്നിൽ ഔഷധമായും വിശക്കുന്നവന്റെ മുന്നിൽ അപ്പമായും എന്ന് നിലകൊള്ളുന്നു. അന്ന് മാത്രമേ നിന്നെ ഒരു മനുഷ്യനായി കരുതുവാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരുന്നു അഭിമന്യ ഡോക്ടർ ഗീവരീസ് മാർ ഒസ്താദ്യോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട്. ഐനാംസിന്റെയും സെന്റ് പോൾസ് MDC ലീഡേഴ്സ് ട്രെയിനിങ് ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന പദയാത്രയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം.
ായിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ മീറ്റിംഗ് തുടങ്ങുകയാണ്. ആരെങ്കിലും ഇടയ്ക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്ക് കാണാൻ സമയം വരത്തുള്ളൂ, തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് സ്വാഗതം പറയാൻ വേണ്ടി ആണ് ഞാനിവിടെ നിൽക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ ഗീവരീസ് മാർ എസ്താത്യോസ് തിരുമേനിയുടെ 12ാം ഓർമ്മ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുകയാണ്. അതോടൊപ്പം ഐനാംസിൻ്റെ 81ാമത് ദേശീയ കോൺഫറൻസും ചേർന്നാണ് ഇത് നടക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ആദ്യമേ സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ നാസിലെ യോഗ അനുഗ്രഹമായി നിർവഹിപ്പാർക്കണം ദൈവം നൽകിയ അഭിമന്യ എസ്താത്യോസ് സ്മരണ ആയോർക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദർശങ്ങളെക്കുറിച്ച് 2-3 കാര്യങ്ങൾ ഓടിച്ച് ഓർപ്പിച്ച് വായിക്കണം ആരംഭിക്കുന്നത്. അഭിമന്യ തിരുമേനി സ്നേഹത്തിൻ്റെ ഭാവന എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ ഗ്രന്ഥങ്ങളെല്ലാം സ്നേഹത്തെക്കുറിച്ച് പറയാം. മറ്റെന്ത് വിഷയങ്ങൾ കൈകാര്യം സ്നേഹകരാത്ത ഗ്രന്ഥമില്ല. 66 ഗ്രന്ഥങ്ങളിൽ സ്നേഹത്തെക്കുറിച്ചുള്ള സൂചനകൾ കാണാൻ സാധിക്കും. അങ്ങനെ സ്നേഹം ദൈവ സ്നേഹമാകുന്നു എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ രംഗങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രസനം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് അവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയും ജീവിത പ്രവർത്തനവും ജീവിത സംസ്കാരവും ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു തിരുമേനി. അത് നമുക്ക് ഇന്നൊരു വലിയ പാഠമാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വൈഷമ്യം എന്ന് പറയുന്നത് സ്നേഹരാഹിത്യമാണ്. സ്നേഹവിശേഷമായ ജീവിതത്തിൻ്റെ പരസ്പരത എന്ന് വളർന്നിരിക്കുന്നു എന്നാണ് ആദ്യ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരാതി. അതുകൊണ്ട് ദൈവിക സ്നേഹത്തിൻ്റെ പരസ്പരത അർത്ഥപൂർണമായി ഒരുമിച്ച് മുന്നേറുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായ മിഷൻ തിരുമേനി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മിഷൻ ചെയ്യാൻ സാധിക്കും. തിരുമേനിയുടെ മൂന്ന് പ്രവർത്തനത്തിലും മിഷൻ എന്ന വാക്ക് ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിമന്യരായ പിതാക്കന്മാരെ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, സമാദരണീയരായ റമ്പാച്ചന്മാർ, ഐനാംസിൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവരായ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. നമ്മുടെ എല്ലാം ആത്മീയ ഗുരുവും അനേക പ്രസ്ഥാനങ്ങളും സംഘടനകളും സഭയിൽ ആരംഭിച്ച് അശരണർക്കും പ്രത്യേകമായ സഹായവും കൈത്താങ്ങലും വേണ്ട ജനതയ്ക്ക് പ്രത്യേകമായ ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത സഭയുടെ ഒരു മഹാ ആചാര്യനായ തിരുമേനിയുടെ പ്രദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മുടെ ബാഷ്പാഞ്ജലികളും ആദരവുകളും അർപ്പിക്കുന്നു.
മുഖത്തപ്പെടുമാറാവട്ടെ. അഭിവന്യ ഗ്രിഗോറിയോസ് തിരുവേനി, അഭിവന്യ തേവദോറോസ് തിരുവേനി, അഭിവന്യ ബർണബാസ് തിരുവേനി, സഹോദര വൈദികരെ, കർത്താവിൽ സഹോദരങ്ങളെ, വളരെ പവിത്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ പിതാവായ ഭാഗ്യസ്മരണാർഹനായ അവശേഷിപ്പിച്ചിട്ട് പോയ ഒരു വിശുദ്ധനായ പിതാവായിരുന്നു അഭിവന്യ ഒസ്താത്യോസ് തിരുമേനി. എന്നേക്കാൾ കൂടുതൽ അഭിവന്യ തിരുമേനിയുമായിട്ട് വളരെ അടുത്ത് പരിചയമുള്ള പിതാക്കന്മാരും ആളുകളുമൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ എന്ന് തോന്നുന്നു. എങ്കിലും ആശംസ എന്ന പേരിൽ പ്രോഗ്രാമിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് ഐനാംസിൻ്റെ 81ാമത് സമ്മേളനത്തിൽ അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും കാവലായിട്ട് ഇരിക്കും, യാതൊരു സംശയവുമില്ല. ആ ഒരു ആശംസ മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. താങ്ക് യു. ഇനിയാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ എളുപ്പം നിൽക്കുന്നു. ആനി, നാൻസി, അടുത്ത നാൻസി, സാറാമ്മ വർഗീസ്, ജോസഫ് തോമസ് ഉണ്ട്, മാത്യൂസ് പി കെ, മോളിക്കുട്ടി മാത്യു, ജോസഫ് തോമസ്, മാത്യൂസ് പി കെ, മോളിക്കുട്ടി മാത്യു, മത്തായി ജി, കുഞ്ഞുമോൾ വർഗീസ്, മത്തായി ജി, കുഞ്ഞുമോൾ വർഗീസ്, അന്നമ്മ തങ്കച്ചൻ, കുഞ്ഞുമോൾ വർഗീസ്, അന്നമ്മ തങ്കച്ചൻ, തങ്കച്ചൻ കെ, എം ജി എബ്രഹാം, സണ്ണി തോമസ്, എം ജി എബ്രഹാം, സണ്ണി തോമസ്, സൂസന്നാമ ജി, സൂസന്നാമ. ഈ പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയത് ആനി എസ് വർഗീസിനാണ്. ആനി എസ് വർഗീസ് വന്ന് മെഡലുണ്ട്. ആ മെഡല് രണ്ടാമത് നാൻസി മത്തായി, മൂന്നാമത് സാറാമ്മ വർഗീസ്. മൂന്ന് സാറാമ്മ വർഗീസ്. ഈ കോഴ്സിൽ 100% അറ്റൻഡൻസ് കിട്ടിയത് സണ്ണി തോമസ് ആണ്. സണ്ണി തോമസിന് ഗോൾഡ്. സണ്ണി തോമസാണ് ഇപ്പോഴും കോഴ്സിൻ്റെ ചുമതല വഹിക്കുന്നത്. ഇതിന് 95% അറ്റൻഡൻസ് കിട്ടിയ 2 പേരുണ്ട്. രാജൻ കെ ജെ ആൻഡ് ഗ്രേസി രാജൻ. രാജൻ ആൻഡ് ഗ്രേസി രാജൻ. ഈ ക്ലാസ്സിനോടുകൂടി ടീച്ചിങ് പ്രാക്ടീസ് നടത്തിയിരുന്നു. പ്രസംഗ പരിശീലനം നടത്തി. ജോലി വരുന്നത് ഇവർ രണ്ടുപേരാണ് പ്രസംഗ പരിശീലനത്തിൽ ഏറ്റവും അധികം. താങ്ക് യു. ഇപ്പോൾ അണിയിക്കുന്നത്
താങ്ക് യു. അടുത്ത വർഷത്തേക്ക് കുറച്ചുകൂടെ നേരത്തെ തന്നെ ഒന്ന് എല്ലാവരും ഒന്ന് പ്രിപ്പയർ ആയിരിക്കണം. അടുത്ത വർഷത്തേക്കുള്ള ഉപന്യാസത്തിൽ വിഷയം ഡിക്ലെയർ ചെയ്യുകയാണ്. ബുക്ക് ദ സിൻ ഓഫ് ബീയിങ് റിച്ച് ഇൻ എ പുവർ വേൾഡ് എന്ന് പറയുന്ന സദസ്യങ്ങളുടെ പുസ്തകം. അതായത് ദരിദ്ര ലോകത്ത് ധനവാനായിരിക്കുന്നത് പാവം. ആ പുസ്തകം ഇംഗ്ലീഷിലും പുസ്തകമുണ്ട്, മലയാളത്തിലും പുസ്തകമുണ്ട്. ഇംഗ്ലീഷിലും ലേഖനം എഴുതാം, മലയാളത്തിലും എഴുതാം. ഈ സാമൂഹിക ദർശനം പുസ്തകമാണ്. ഈ പുസ്തകത്തെ വായിക്കാതെ ഈ ലേഖനം എഴുതാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ പുസ്തകം ഏതെങ്കിലും ഭാഗത്തു നിന്ന് അതുകൊണ്ടാണ് നേരത്തെ അനൗൺസ് ചെയ്യുന്നത്. പുസ്തകം നല്ലവണ്ണം സർക്കുലേഷനിൽ പോയ പുസ്തകമാണ്. ഒരുപക്ഷെങ്കിൽ എല്ലാവരും ഡിപ്പോകളിലും കാണണമെന്നില്ല, ഇതായിരിക്കാനും സാധ്യതയുണ്ട്. എന്നാലും ബുക്ക് സംഘടിപ്പിക്കാൻ പ്രയാസമില്ലാത്തൊരു പുസ്തകമാണ്. ദരിദ്ര ലോകത്ത് ധനവാനായിരിക്കുന്ന പാവം എന്ന പുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തിരുമേനിയുടെ സാമ്പത്തിക ദർശനവും സാമൂഹിക ദർശനവും ഈ രണ്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. അതിനെ സംബന്ധിച്ചാണ് 5 പേരാണ് എഴുതേണ്ടിയ. ജി ചെട്ടികുളങ്ങര. ഒന്നാം സമ്മാനത്തിന് 3000 രൂപ ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയാണ്. സർട്ടിഫിക്കറ്റും പുസ്തകങ്ങളും എല്ലാം ഉണ്ട്. രണ്ടാം സമ്മാനത്തിന് 2000 രൂപയും ബുക്കുകളും ക്യാഷ് പ്രൈസുകളും എല്ലാമുണ്ട്. മൂന്നാം സമ്മാനം ലീല ജോർജ് പന്തളം. സർട്ടിഫിക്കറ്റ് പുസ്തകങ്ങളുമാണ്. അടുത്തത് ജൂനിയേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഒന്നും രണ്ടും ജൂനിയേഴ്സിന്. ഇനിയുള്ളത് സുനി സോലു ഉണ്ടോ? സുനി സോലുവിൻ്റെയും കോഴ്സ് ഓഫീസറാണ്. ശാന്താ സാറിൻ്റെ ജെസി സാർ അനിയമ്മ പോകുന്ന ഉണ്ടെങ്കിൽ കല്ലട ലാലമ്മ ഷീല എബി ബേബി കുര്യാക്കോസ് ഉമ്മൻ കാലക്കാട് ഈലാമ തോമസ് മുഹമ്മദ്. ഓക്കെ. അഭിമന്യ ദേവോദോറോസ് തിരുമേനി ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരല്പം ഭയമുണ്ട്. കാരണം ഞാൻ പ്രസംഗിച്ചു തുടങ്ങുമ്പം 12 മണിയായെങ്കിൽ അദ്ദേഹം കിഴക്കോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചു തുടങ്ങും. ഏതാണ്ട് വാർദ്ധക്യത്തിൽ എങ്കിലും വേർപാടിൽ വളരെയധികം ദുഃഖിത. ഇതിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ പിതാക്കന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ ആയിരിക്കുന്ന ഐനാംസിൻ്റെ എല്ലാ സഹപ്രവർത്തകരുമേ,